തിരുവനന്തപുരം സിറ്റിയിലേക്ക് നിങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ചെന്നിറങ്ങുവാണെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് പണ്ടാറടങ്ങി പോകും. അത് വേറൊന്നും കൊണ്ടല്ല, ഒട്ടനവധി തിയേറ്ററുകളാണ് സിറ്റിയിൽ മാത്രം വരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ മൂവാറ്റുപുഴയിലെ തിയേറ്ററുകളുടെ ഒരു കമ്പാരിസൺ ചെയ്തത്. സ്പെക്കും അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജും വെച്ചിട്ട് നിങ്ങൾ ഏത് തിയേറ്റർ പിക്ക് ചെയ്യും എന്നായിരുന്നു ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചത്. അപ്പോൾ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പരിപാടി തന്നെയാണ് നമ്മൾ ഇന്ന് പുതിയ ട്രിവാൻഡ്രം സിറ്റിയിൽ ഇറക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു സിറ്റിയിൽ മാത്രം വരുന്ന തിയേറ്ററുകളുടെ പേര് പറയും. അപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് തിയേറ്ററിലാണ് ഇതിനകത്ത് പോകുന്നത്, അതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളതെന്ന് വിശദീകരിക്കണം കേട്ടോ. പല ആൾക്കാർക്കും പല കാര്യമായിരിക്കും. കുറച്ച് പേര് പറയാൻ പോകുന്നത് എൻ്റെ വീടിനടുത്താണ് ഈ ഒരു തിയേറ്റർ വരുന്നത്, അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ തിയേറ്ററിലാണ് പോകുന്നത്. കുറച്ച് പേര് പറയുന്നത് ഞാൻ സ്പെക്ക് നോക്കിയേ പോകാറുള്ളൂ, അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു 4K RGB അതുപോലെ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ടാവും. അപ്പോൾ ആ കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് പറയുക. ഇനി നിങ്ങൾ ട്രിവാൻഡ്രം ജില്ലക്കാരനല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്പെക്കും ടിക്കറ്റ് ചാർജും വെച്ചിട്ട് നിങ്ങൾക്ക് റീസണബിൾ എന്ന് തോന്നുന്ന തിയേറ്റർ ഏതാണോ ആ തിയേറ്റർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലക്സ് തിയേറ്റർ തന്നെ ആയിരിക്കും. തൽക്കാലം ഞാൻ ഏരീസ് ഫ്ലക്സിനെ അങ്ങോട്ട് മാറ്റുവാണ്. നമുക്ക് ബാക്കി തിയേറ്ററിൽ നോക്കാം. എല്ലാവരും കൂടെ ഏരീസ് ഫ്ലക്സിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏരീസ് ഫ്ലക്സിനെ ഈ ലിസ്റ്റിൽ നിന്നും അങ്ങോട്ട് പുറത്താക്കുവാണ്. ബാക്കി തിയേറ്ററിൽ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ന്യൂ തിയേറ്റർ ആണ്, തമ്പാനൂരുള്ള ന്യൂ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ 4K RGB ലേസർ പ്രൊജക്ഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ആണ്. അപ്പോൾ ഈ ഒരു 4K RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസിന് ഈ ഒരു തിയേറ്ററിൽ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപയാണ് കേട്ടോ. 150. ട്രിവാൻഡ്രം സിറ്റിയാണ്, അതും കൂടെ ഓർക്കണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീ പത്മനാഭ തിയേറ്റർ, വളരെ ഫേമസ് ആയിട്ടുള്ള തിയേറ്റർ ആണ്. അപ്പോൾ അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ 4K പ്രൊജക്ഷൻ ആണ് വരുന്നത്. ഡോൾബി 7.1 ആണ് സൗണ്ട് ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 രൂപയാണ് കേട്ടോ. ഇനി അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അജന്ത തിയേറ്റർ, അവിടെ 4K പ്രൊജക്ഷൻ ആണ് വരുന്നത്. സൗണ്ട് ഫോർമാറ്റ് എനിക്ക് തോന്നുന്നത് 5.1 ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെയും ടിക്കറ്റ് ചാർജ് വരുന്നത് 150 രൂപ മാത്രമാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഗവൺമെന്റ് തിയേറ്റേഴ്സിലാണ്. ട്രിവാൻഡ്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3 ഗവൺമെന്റ് തിയേറ്ററുകൾ ട്രിവാൻഡ്രം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ കൈരളി ശ്രീ നിള തിയേറ്റർ. അപ്പോൾ അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ 4K RGB ലേസർ പ്രൊജക്ഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ സൗണ്ട് ഫോർമാറ്റ് ഡോൾബി അറ്റ്മോസ് ആണ്. വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 125 രൂപ മാത്രമാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ കലാഭവൻ തിയേറ്റർ ആണ്. കലാഭവൻ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ ഏറ്റവും കുറവ് ടിക്കറ്റ് ചാർജ് മേടിക്കുന്ന ഒരു തിയേറ്റർ ചിലപ്പം ഇതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 105 രൂപ മാത്രമാണ്. ഇനി മൂന്നാമത്തെ ഗവൺമെന്റ് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KSRTC കോംപ്ലക്സിനകത്ത് വരുന്ന ഒരു തിയേറ്റർ, പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, നമ്മുടെ ലെൻ സിനിമാസ്. അവിടെ 4K പ്രൊജക്ഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 4K ഡോൾബി അറ്റ്മോസിന് ആ ഒരു തിയേറ്ററിൽ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 129 രൂപ മാത്രമാണ്. ഒന്നുകൂടെ ഓർത്തോണം, ഇത് ട്രിവാൻഡ്രം സിറ്റി ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു 180 മുകളിലോട്ട് 160 മുകളിലോട്ട് പോലും നമ്മൾ ഒരു ഇതുവരെ ടിക്കറ്റ് ചാർജ് കണ്ടിട്ടില്ല. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ഇനിയും തിയേറ്റർ ഉണ്ട്. അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PVR കൃപ തിയേറ്റർ ആണ്. കൃപ തിയേറ്ററിന് ഒരു വീഡിയോ ഈ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ടിക്കറ്റ് ചാർജ് കുത്തനെ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു, 200 രൂപ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നോക്കുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കിടന്ന് സംസാരിക്കുന്നതിനൊക്കെ ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലീസ് ആയിട്ടുള്ള നമ്മുടെ പവി കെയർടേക്കർ സിനിമ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ചാർജ് നോക്കുന്ന സമയത്ത് 140 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രൊജക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4K ആണ്. പിന്നെ ഡോൾബി അറ്റ്മോസ് ആണോ ഡോൾബി 7.1 ആണോ എന്ന് ഇനി തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ്മോസ് സ്ക്രീൻ ആണെങ്കിൽ പോലും അവിടെ ഇടുന്ന പ്രൊമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.1 ആണ്. പിന്നെ ബുക്ക് മൈ ഷോയിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് കളിക്കാറുണ്ട്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഒന്നുമില്ല, ഒരു സ്പെക്ക് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും 140 രൂപയ്ക്ക് നമുക്ക് PVR കൃപയിൽ പോയിട്ട് സിനിമ കാണാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർടെക് സിനിമാസ്. പഴയ കാർണിവൽ തിയേറ്റർ ആയിരുന്നു, ഇപ്പോൾ അത് ആർടെക് സിനിമാസ് ആണ്. അവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ RGB ലേസർ പ്രൊജക്ഷൻ ആണ്. 4K ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, അപ്പോൾ മിക്കവാറും 2K RGB ലേസർ പ്രൊജക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഡോൾബി 7.1 ആണ്. അവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് 140 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത്, അതായത് 9ാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലെ സിനിപോൾസ് തിയേറ്റർ ആയിരുന്നു. അവിടെയും പണ്ട് കാർണിവലായിരുന്നു, അതിപ്പം സിനിപോൾസ് ഏറ്റെടുത്തിട്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു തിയേറ്റർ ആണ് കേട്ടോ. അപ്പോൾ അവിടെ സ്പെക്ക് കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഡോൾബി അറ്റ്മോസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും തിയേറ്ററുകളുടെ കാര്യം നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ ഒരു തിയേറ്ററിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട് റോയിൽ വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 രൂപയാണ് ഏറ്റവും മിനിമം വരുന്നത് കേട്ടോ. സിനിപോളിസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് വരുന്നതും അവിടെ തന്നെയാണ്. ഓക്കെ.
അപ്പോൾ 9 തിയേറ്ററുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ കൂടെ ഏരിസ്പെക്സും കൂടെ കൂട്ടുവാണെങ്കിൽ മൊത്തം 10 തിയേറ്ററാണ് നമ്മുടെ ഈ ഒരു ട്രിവാൻഡ്രം സിറ്റിയിൽ മാത്രമായിട്ട് വരുന്നത്. എൻ്റെ മോനെ വേറെ ലെവൽ അല്ലേ. അതും നിങ്ങൾ നല്ല ചോദിക്കുക, എല്ലാം കിടിലം സ്പെക്കാണ് വരുന്നത്. പിന്നെ ടിക്കറ്റ് ചാർജും താരതമ്യേന വളരെ കുറവാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സിറ്റിയിൽ ആണ് വരുന്നത്. ഇത്രയും മികച്ച ഏരിസ്പെക്സിൻ്റെ കാര്യം ഞാൻ പിന്നെ എടുത്ത് പറയണ്ടല്ലോ, ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. അതിനപ്പുറത്തേക്കൊന്നും വേറെ കേരളത്തിൽ തന്നെ നോക്കുമ്പോൾ വളരെ ചുരുക്കം ഒരു 2 or 3 തിയേറ്ററുകളൊക്കെ ഉള്ള ആ ഒരു ലെവലിൽ കോമ്പീറ്റ് ചെയ്യുന്ന തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വരുന്നത് ഇതിൻ്റെ താഴെയായിട്ടാണ്. ഓക്കെ, അപ്പോൾ യെസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം. ഏരിസ്പെക്സ് കമൻറ്റ് ചെയ്യരുതേ. ഏരിസ്പെക്സ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം, നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർ അതായിരിക്കും കമൻറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ തൽക്കാലം അത് ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കി ഏതൊക്കെ തിയേറ്ററുകളാണ് നിങ്ങൾ പോകുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.